സാങ്കേതിക സർവകലാശാലയിൽ ഭരണസമിതി തുടരുന്നത് അനധികൃതമായെന്ന് പരാതി. കാലാവധി കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടിട്ടും സർവകലാശാല സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവേണൻസും പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ഭരണസമിതി അടിയന്തരമായി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതി നൽകി. സർവകലാശാല ചട്ടപ്രകാരം ഭരണസമിതിയുടെ കാലാവധി 4 വർഷമാണ്. ഇതുപ്രകാരം 2020 ഏപ്രിൽ 2 രൂപീകരിച്ച സമിതിയുടെ സമയപരിധി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ അവസാനിച്ചു. എന്നാൽ സിൻഡിക്കേറ്റോ ബോർഡ് ഓഫ് ഗവേണേഴ്സോ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതിയുമായി രംഗത്ത് വന്നത്. അനധികൃതമായി സിൻഡിക്കേറ്റിൽ തുടരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന മുൻ MP PK ബിജു ഉൾപ്പെടെ 6 പേർക്ക് വേണ്ടി പുനഃസംഘടന വൈകിപ്പിക്കുന്നു എന്നാണ് ആക്ഷേപം. ചട്ടപ്രകാരം സമിതിയുടെ പുനഃസംഘടന വരെ മാത്രമേ നോമിനേറ്റഡ് അംഗങ്ങളായ ഇവർക്ക് തുടരാൻ കഴിയൂ. പുനഃസംഘടന നടന്നാൽ ഇവരെ വീണ്ടും നാമനിർദ്ദേശം ചെയ്യാൻ വ്യവസ്ഥയുമില്ല. അതിനാൽ നടപടിക്രമങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന പരാതിയിൽ പറയുന്നു. അതുകൊണ്ട് വീണ്ടും പുനഃസംഘടിപ്പിച്ചാൽ PK ബിജു ഉൾപ്പെടെയുള്ള പേർക്ക് ഇനി വീണ്ടും സിൻഡിക്കേറ്റിലും ബോർഡ് ഓഫ് ഗവർണേഴ്സിലും വരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ കാലാവധി നീട്ടുവാൻ ഉള്ള നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. ഇത് ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് അടിയന്തരമായി പുതിയ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ വെച്ചുകൊണ്ടുള്ള സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകിയിരിക്കും. അനധികൃതമായി തുടരുന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സ് അംഗങ്ങളെയും സിൻഡിക്കേറ്റിനെയും പിരിച്ചുവിടണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി നീങ്ങാനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആലോചിക്കുന്നുണ്ട്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.